ഇനി നമ്മൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലേക്കാണ് പോകുന്നത്. അവിടെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ആ അന്വേഷണം വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തേക്കും. കലക്ടറുടെ ഉത്തരവ് ലഭിച്ച ശേഷമാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുക. ഗോപൻ സ്വാമിയുടെ മകന്റെയും ബന്ധുക്കളുടെയും മൊഴികളിലെ വൈരുദ്ധ്യമടക്കം അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം, അതിനുശേഷം എടുത്ത മൊഴികളിലെ വൈരുദ്ധ്യമൊക്കെയാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമാധി സ്ഥലം തുറക്കാനുള്ള കലക്ടറുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞോ? ജിൽസി, കളക്ടറിന്റെ അനുമതി ഇന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് സംഘമുള്ളത്. നെയ്യാറ്റിൻകര SHOയുടെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് നെയ്യാറ്റിൻകര SHO ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിന്മേൽ ജില്ലാ കളക്ടർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ സമാധി സ്ഥലം പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ ഇടാനാണ് സാധ്യത. അത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരമുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും നെയ്യാറ്റിൻകര പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ സമാധി സ്ഥലം പൊളിക്കരുത് എന്ന് കാട്ടി ഒരു വിഭാഗം ചില സംഘടനകൾ ഇപ്പോൾ പോലീസിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ചില സംഘടനകൾ ഈ സമാധി സ്ഥലം പൊളിക്കുന്നതിനെതിരെ ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് പൊളിക്കേണ്ട സാഹചര്യമില്ല, അത് ആ കുടുംബത്തിന്റെ വിശ്വാസപ്രകാരമാണ് അവരത് ചെയ്തിട്ടുള്ളത്, അതിനെ ആ വിശ്വാസമായി കാണണം എന്നുള്ള കാര്യമാണ് ചില സംഘടനകൾ പറയുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുകയാണ്. ഈ സമാധി സ്ഥലം പൊളിക്കുന്നതിനെതിരെ ചില സംഘടനകൾ രംഗത്ത് വരുന്നു. ഇത് പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് വിശദമായി പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള നിലപാടിലേക്ക് പോലീസും ചില നാട്ടുകാരിൽ ചില ആളുകളും അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരുടെയൊക്കെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാൻ മിസ്സിങ്ങിന് നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. മാൻ മിസ്സിങ്ങിനാണ് കേസെടുത്തത് എങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പോൾ ഈ സമാധി സ്ഥലം പൊളിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ഈ മൃതദേഹം പുറത്തെടുത്ത് വിശദമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ജില്ലാ കളക്ടർ എപ്പോഴാണ് ഉത്തരവിടുക, ആ ഉത്തരവിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഇന്ന് തന്നെ ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ടിന്മേൽ ഈ സമാധി സ്ഥലം പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നിർദ്ദേശം നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നെയ്യാറ്റിൻകര പോലീസ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ജില്ലാ കളക്ടർ ആ ഉത്തരവിടുകയും പോലീസ് അതിനനുസരിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്യും. മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഈ മരണകാരണം എന്താണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതായത് നമ്മൾ ആദ്യമേ മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഗോപൻ സ്വാമി മരിച്ചതിന് ശേഷമാണോ സമാധി ഇരുത്തിയത്, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് സമാധി ഇരിക്കാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് മകൻ രാജസേനൻ ഇവിടെ കൊണ്ടുവന്ന് സമാധി ഇരുത്തിയതാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറേയധികം ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത്തരം ആശയക്കുഴപ്പങ്ങളൊക്കെ പരിഹരിക്കേണ്ടതായുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഇനി കണ്ടെത്തേണ്ടത് ഈ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതാണ്. എന്തായാലും ഈ സ്ഥലത്ത് പോലീസിന്റെ കാവൽക്കൂടിയുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി ജില്ലാ കളക്ടറിന്റെ ഉത്തരവ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് സംഘമുള്ളത്. ജിൽസി. ശരി ഷിജു, എന്തായാലും ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്.